ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി 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 പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ ദൈവസ്നേഹം ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ ദൈവസ്നേഹം ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. 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 എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനം നൽകണമേ. 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 എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചൊരിയണമേ. 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 എന്നിൽ വാഴും ആത്മാവേ ശക്തിയാൽ നിറയ്ക്കണമേ. 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 എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചൊരിയണമേ. 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 അഭിഷേകം അഭിഷേകം ചൊരിയണമേ. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ
Thank you, Jesus. കർത്താവേ നന്ദി. കർത്താവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ നന്ദി. ത്രിത്വൈക ദൈവമേ ത്രിത്വൈക ദൈവമേ അങ്ങെന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാനറിയുന്നു അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ത്രിത്വൈക ദൈവമേ അങ്ങെന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാനറിയുന്നു എന്നു ഞാനറിയുന്നു. ഇരിക്കാം. ആ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഭവവും ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് 14-ാം അധ്യായത്തിൽ ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നത്. ത്രിത്വത്തെക്കുറിച്ചുള്ള രഹസ്യം മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമാണെന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് ഉണ്ടായൊരു അനുഭവത്തിൽ നിന്നിങ്ങനെ വിവരിക്കാറുണ്ട്. അഗസ്തീനോസാണ് ത്രിത്വത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അഗസ്തീനോസ് കടപ്പുറത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കൊച്ച് കടലിൽ നിന്ന് വെള്ളം ഒരു കക്ക കൊണ്ട് കോരി ഒരു കുഴിയിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ അഗസ്തീനോസ് അത് കണ്ടു നിന്ന് ചോദിച്ചു, മോനെ നീ എന്താ ചെയ്യണേ? ഞാൻ ഈ കടൽ തേവി വറ്റിക്കാൻ പോവാം. ഈ കടലിനെ ഇവിടെ നിന്ന് കോരി ഇതിനകത്തേക്ക് നിറച്ച് കടൽ വറ്റിക്കാൻ പോവാം. അപ്പോൾ അഗസ്തീനോസ് ചിരിച്ചു, എന്താ നീ പറയണേ? ഇത് സാധ്യമാണോ? അപ്പോൾ കൊച്ചു പറഞ്ഞു, അങ്ങ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇതുപോലെ ഒരു കാര്യമാണ്. അപ്പോഴാണ് അഗസ്തീനോസ് അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അഗസ്തീനോസ് അപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ത്രിത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ത്രിത്വത്തെ കൂടുതലായിട്ട് അറിയാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് ഇതുപോലെ അസാധ്യമായ ഒന്നാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നാണെന്ന് മനസ്സിലായി. ഉടനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ ത്രിത്വത്തെക്കുറിച്ച് വളരെ അത്ഭുതകരമായ അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. എലിസബത്ത് ഓഫ് ട്രിനിറ്റി വേറൊരു കാർമെലിത്ത വിശുദ്ധ ആണ്. പിന്നെ ഈഡിത്ത് സ്റ്റെയിൻ വേറെ ഒരു കാർമൽ വിശുദ്ധയാണ്. ഒരു യഹൂദ യുവതിയായിരുന്ന ഈഡിത്ത് സ്റ്റെയിൻ വളരെയധികം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായി. യഹൂദ മതത്തിൽ നിന്നും അവൾ അതെല്ലാം വിട്ട് ഒരു കത്തോലിക്കയാകുകയും ആ കത്തോലിക്കയായി വളരെയധികം പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം
ഈ കർമ്മലിറ്റ് കോൺവെൻറ്റിൽ മിണ്ടാമഠത്തിലെ സിസ്റ്ററായി. അവർ ജീവിച്ച മഠങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് ചില സ്ഥലത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ യഹൂദരെ എല്ലാം കൊന്ന കൂട്ടത്തിൽ ഇവരെ കണ്ടുപിടിച്ച്, പണ്ട് ഇവൾ യഹൂദയായിരുന്നത് കൊണ്ട് അവളെ അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിലുള്ള അഷ്വിറ്റ്സിലുള്ള ഗ്യാസ് ചേംബറിൽ ഒക്കെ ഉള്ള ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവിടെ വെച്ചാണ് അവരെ വധിക്കപ്പെട്ടത്. അങ്ങനെ എഡിത്ത് സ്റ്റെയിൻ്റെ ഒരു പ്രധാന സിദ്ധാന്തമായിരുന്നു, അത് ജർമ്മനിൽ ഇങ്ങനെയാണ്, അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ അത് ജർമ്മനാണ് വരുന്നത്. ജർമ്മനിൽ തന്നെ ആദ്യം പറയാം ഞാനത്. unendlich und endlich, endlich und unendlich, endlich und unendlich, und എന്ന് പറഞ്ഞാൽ ആൻഡ്, endlich ആൻഡ് unendlich. ഇതും ഇംഗ്ലീഷിലുമായി തോന്നുന്നുണ്ട് ഇല്ലേ. unendlich എന്ന് പറഞ്ഞാൽ എൻഡില്ലാത്തത്, അനന്തമായിട്ടുള്ളത്, അനന്തമായിട്ടുള്ളത്, അനന്തം. unendlich, unendlich എന്ന് വെച്ചാൽ അന്ത്യം ഇല്ലാത്തത്. endlich എന്ന് പറഞ്ഞാൽ നശ്വരമായിട്ടുള്ളത്, നശ്വരമായിട്ടുള്ളത്. ഇതാണ് അവരുടെ വലിയ ഒരു സിദ്ധാന്തക്കാരൻ. എനിവേ, അപ്പോൾ ഇവരെല്ലാം ഈ ത്രിത്വത്തിലേക്കുള്ള ആ ത്രിത്വത്തിൻ്റെ അനുഭവത്തിൻ്റെ വലിയ വക്താക്കളായിരുന്നു. ഒരുപാട് വിശുദ്ധർ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത് ഈ വിസ്മരണീയമായ ഒരു വലിയ അനുഭവമാണത്. അതാണ് യേശു അന്ത്യ അത്താഴത്തിൽ ഏറ്റവും വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപനം കഴിഞ്ഞു, ആദ്യം തൻ്റെ ജീവൻ്റെ ബലി അർപ്പണം കഴിഞ്ഞു, ആത്മീയമായി. അത് കഴിഞ്ഞിട്ട് ഈശോ കൽപ്പനയുടെ സ്ഥാപനം കഴിഞ്ഞു. ഉണ്ടോ? ഞാനിതാ ഒരു പുതിയ കൽപ്പന നൽകുന്നു, ഒരു പുതിയ ഉടമ്പടി. അതിനുശേഷം ആ പുതിയ ഉടമ്പടിയിലൂടെ, പുതിയ കൽപ്പനയിലൂടെ നമുക്ക് എന്താ ലഭിക്കാൻ പോകുന്നത്? ഇപ്പോൾ ബെനഡിക്റ്റ് പറയാറുള്ള മാതിരി, വാട്ട് ഈസ് ദാറ്റ് ജീസസ് ബ്രോട്ട് ഫോർ അസ്? യേശു നമുക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നു? ഹീ ബ്രോട്ട് ഗോഡ് ഫോർ അസ്. യേശു നമുക്ക് ദൈവത്തെ തന്നു. ഏത് ദൈവത്തെ? ത്രിത്വൈക ദൈവത്തെ. അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ജോൺ ചാപ്റ്റർ 14 14-ാം അധ്യായത്തിനെ 5ആയിട്ട് ഭാഗിച്ചു. 1 മുതൽ 6 വരെ അതിൽ യേശുവിനെക്കുറിച്ച് തന്നെയുള്ള വിസ്മയനീയത പറയുന്നു, രണ്ടാമത്തെ ആൾ എന്നുള്ള നിലയിൽ ത്രിത്വത്തിലെ. പിന്നെ പിതാവിനെക്കുറിച്ച് 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ, 15 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു. 21 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് പറയുന്നു. 27 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ ത്രിത്വവും നമ്മളും ചേരുമ്പോൾ എന്തുണ്ടാകുന്നു എന്ന് പറയുന്നു. ഈ ഓവർവ്യൂ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇത് പല പ്രാവശ്യം വായിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ ഓരോ പുതിയ കാര്യങ്ങൾ നമുക്കിങ്ങനെ കിട്ടി അതിനകത്ത് അടിവരയിട്ട് ആ കടലാസങ്ങ് കീറുന്നത് വരെ അടിവരയിട്ടും. അങ്ങനെ എൻ്റെ ബൈബിളിൽ, ആ പഴയ ബൈബിളിൽ അങ്ങനെ കീറാനായപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് വേറൊരു ബൈബിൾ പഠിച്ചു. ഇവിടെ നമ്മൾ 1 മുതൽ 6 വരെയുള്ള വചനം കേട്ടു. ഇനി 7 മുതൽ 14 വരെയുള്ള വചനത്തിൽ പറയുകയാണ്, അതാണ് എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ
എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. വെരി ഗുഡ്. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതുവരെയും നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കിയാൽ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ യേശു തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല. ആരാണെന്നാ മറ്റുള്ളവർ പറയണേ, ആരാണെന്നാ നിങ്ങൾ പറയണേ എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ആരോടും പറയരുത്. അപ്പോൾ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ, അപ്പോൾ അറിയുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാനുമായിട്ട് ആ പൂർണ്ണമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രമേ പിതാവിനെ അറിയാൻ പറ്റുള്ളൂ. അതാണ് മുമ്പ് പറഞ്ഞത്, ഞാനാണ് വഴി, ഞാനാണ് വഴി. എവിടേക്കുള്ള വഴി? എന്ത് വഴി? ത്രിത്വൈക ദൈവത്തിലേക്കുള്ള വഴി. പുത്രനിലൂടെയാണ് ത്രിത്വത്തിലേക്ക് നമ്മൾക്ക് പ്രവേശനം കിട്ടുക, അല്ലെങ്കിൽ ആ സ്വർഗീയതയിലേക്ക് സ്വർഗം തുറക്കപ്പെടുന്നതും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും. കാരണം ഈശോയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് അടഞ്ഞ പറുദീസായ തുറന്ന് നമ്മളെല്ലാവരെയും അകത്തേക്ക് ആനയിക്കുന്നത്. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. അപ്പോൾ യേശുവുമായിട്ടുള്ള നമ്മൾ ആ ഇന്നർ യൂണിയനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈശോയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഈശോയുമായിട്ട് ആദ്യം ഒരു ലയനമായി കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഞാനാണ് വഴി. പിന്നെ നമ്മളൊന്നും പറയണ്ട, ഈശോ തന്നെ നമ്മളെ ആ വഴിയിലൂടെ കൊണ്ടുപോവുകയാണ്. നമ്മൾ ചോദിക്കേണ്ട ഒന്നും, നമ്മൾ ആ വഴിയിലങ്ങ് കയറിയാൽ മതി. എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. അപ്പോൾ ഇവിടെ യഹൂദരുടെ ആ സിറ്റുവേഷനിൽ അവർ യേശുവിനെ അറിയാനേ ശ്രമിക്കുന്നില്ല. അവൻ അച്ഛൻ്റെ മകൻ, അവനെ കുറ്റപ്പെടുത്തുകയാണെല്ലാം, വിമർശിക്കുകയാണെല്ലാം. നീ എന്ത് അധികാരത്തിലാണ് നീ ഇങ്ങനെ ചെയ്യണേ? ആ യേശു പിതാവിൻ്റെ പൂർണ്ണ രൂപമാണെന്നും ദൈവം തന്നെയാണെന്നും ദൈവപുത്രനാണെന്നും അറിയുന്നില്ല. അതാണ് ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച യേശുവിനെയും അറിയുക. അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള അറിവ്, യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകയാൽ മറ്റുള്ളവയെല്ലാം ഉച്ചിഷ്ടം പോലെ കണക്കാക്കുന്ന പൗലോസ്. യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശുവാണ് ഇതിൻ്റെ സെൻട്രൽ പോയിന്റ്, ത്രിത്വത്തിൻ്റെ സെൻട്രൽ പോയിന്റ്. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ പിതാവിനോട് ഗാഢമായൊരു ബന്ധം പുലർത്തണമെങ്കിൽ, പിതാവിൻ്റെ പൂർണ്ണമായ അനുഭവം ഉണ്ടാകണമെങ്കിൽ ആദ്യം യേശുവിനെ അറിയണം, അനുഭവിക്കണം. നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. പിതാവിനെ ആർക്കും കാണാൻ സാധ്യമല്ല, എന്നാൽ പിതാവിൻ്റെ തനി സ്വരൂപമായ യേശുവിനെ കാണാം, ദൃശ്യമായി വന്നിരിക്കുന്നു. പിതാവിനെ കാണുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. നിങ്ങൾ എന്നെ കാണുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വലിയ ആഗ്രഹം, ഒന്ന് പിതാവിനെ കാണാൻ. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. പിതാവിനെ കാണാൻ പറ്റുമോ ആർക്കെങ്കിലും? പിതാവ് അദൃശ്യനാണ്, അരൂപിയാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? അതെല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ്, ഇക്കാലം അത്രയും
ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ? നീ എന്നെ അറിയുന്നില്ലേ? ഇത് ആദ്യത്തെ വിശദീകരണ ധ്യാനത്തിലെ ഒരു ഹിറ്റായിരുന്നത്. അന്ന് 3-4 ആളെയും വെച്ചുകൊണ്ട് ഞാനൊരു ഡ്രാമ നടത്തുമായിരുന്നു. അവർ കണ്ടോ? അതായത് യേശുവും പിതാവും, എന്നിട്ട് അതിൻ്റെ നടുക്ക് അത് പിന്നീട് വരാൻ പോകുന്നു. പീലിപ്പോസേ, ഇത് നമ്മൾ ഓരോരുത്തരുമായിട്ട് കണക്കാക്കിയിട്ട് നമ്മുടെ പേര് പറഞ്ഞിട്ട് പറയും. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. തോമസ് പോളേ, ഇക്കാലമത്രയും ഞാൻ നിന്റെ കൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? അപ്പം അന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഷെയറിങ്, നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാൻ വന്നപ്പോൾ ഒരമ്മച്ചി വന്നിട്ട് പറയുകയാണ്, എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. കാർത്തിയാനി, ഇക്കാലം അത്രയും ഞാൻ നിന്റെ കൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, നിന്റെ പേര് മാറ്റരുത്. നീ മാമോദീസ സ്വീകരിക്കുമ്പോൾ ഈ പേര് തന്നെ ഇട്ടേക്കണം, എന്നാലേ ഒരു വിശുദ്ധ സെയിൻറ്റ് കാർത്തിയാനി ഉണ്ടാവുള്ളൂ. കാർത്തിയാനി, ഞാൻ ഇക്കാലമത്രയും നിന്റെ കൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാ അമ്മച്ചി. കണ്ടോ, കാർത്തിയാനി അത് പറഞ്ഞപ്പോൾ ഉള്ള ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിലൊന്ന് ഭയങ്കര ദൈവസ്നേഹം കൊണ്ട് നിറയും. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ നമ്മൾ ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്നത്. തോമസ് പോളേ, ഇക്കാലമത്രയും ഞാൻ നിന്റെ കൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ നീ. അപ്പോൾ ഇപ്പോഴാണ് ഈ അറിവിലേക്ക് വരുന്നത്, നീ എന്നെ അറിയുന്നില്ലെന്ന്. എന്താ? ഞാനും പിതാവും ഒന്നാ. വായിച്ചോ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? അപ്പോൾ യേശുവിൻ്റെ ആ വ്യക്തിത്വത്തിൽ പിതാവ് മുഴുവനായിട്ടുമുണ്ട്. യേശുവും പിതാവും ഒന്നാണ്. ഇതൊക്കെ അന്ന് അവരോട് പറഞ്ഞെങ്കിലും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് അന്ന് പറഞ്ഞപ്പോൾ. ഇതെല്ലാം പിന്നീട് പന്തക്കോസ്ത കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുക. കുപ്പർട്ടീനോയുടെ മനസ്സിലായി. കുപ്പർട്ടീനോൻ്റെ കാര്യം പറയാൻ പറഞ്ഞത്, സെൻറ്റ് ജോസഫ് ഓഫ് കുപ്പർട്ടീനോനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒരു മരമണ്ടനായിട്ടാണ് എല്ലാവരും കരുതിയേക്കണത്. അങ്ങനെയൊക്കെയാണ് താനും ഏതാണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഈ മരമണ്ടന്മാരെയും കർത്താവ് ഭയങ്കരമായിട്ട് സ്നേഹിക്കണുണ്ടെന്നുള്ളതാണ് കാര്യം. നമ്മൾ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക്, അപ്പോൾ കുപ്പർട്ടീനോ എന്നിട്ട് പറയാണ്, ആ ക്ലോത്ത് ഇങ്ങനെ തന്നെ, ആ ക്ലോത്ത്. അപ്പം അന്ന് അവിടെ അന്നവിടെ ഒരു തീസിസ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ബിഷപ്പ് ഇത് കേട്ടിട്ട് ബിഷപ്പിന് വലിയ ഇഷ്ടമൊന്നും ആയില്ല. അപ്പോൾ രാത്രി കുപ്പർട്ടീനോൻ്റെ അടുത്തിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഇന്ന് കണ്ടോ അവിടെ ഒരു ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു, തിയോളജി പ്രൊഫസർ. അപ്പോൾ കുപ്പർട്ടീനോട് അതിനെന്ത് ഇത്ര മനസ്സിലാക്കാനുള്ളത് പറഞ്ഞ് പുള്ളിയുടെ ഷോളിങ് എടുത്തിട്ട്, കുപ്പർട്ടീനോ ആ ഷോൾ എടുത്തിട്ട് ഇങ്ങനെ കണ്ടോ, ഇത് ത്രിത്വം. ഈ ത്രിത്വത്തിൽ 3 ആളുകളുണ്ട്.
എന്ന് പറഞ്ഞ് ഇതിനെ ഇങ്ങനെ മൂന്നായിട്ട് മടക്കിയിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഇത് പിതാവ്, ഇത് പുത്രൻ, ഇത് പരിശുദ്ധാത്മാവ്. അവർ മൂന്നും കൂടി ഒന്നായാൽ തിരുത്തും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 in 1 ഇങ്ങനെ. അപ്പൊ ബിഷപ്പ്, ഏടാ നിനക്കിതെങ്ങനെ മനസ്സിലായി? കുപ്പർട്ടീനോ ആണ് ഇങ്ങനെ ആ ദൈവാനുഭവത്തിലേക്ക് ഇങ്ങനെ ലയിച്ചിരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പറന്ന് മുകളിലേക്ക് ഇങ്ങനെ പറന്നു പോവും, പൊങ്ങിപ്പോവും. കുർബാന സമയത്തും അല്ലാണ്ടും പല സമയങ്ങളിൽ പുള്ളി ഇങ്ങനെ ഫ്ലൈയിങ് സെയിൻ്റാണ്, ഇങ്ങനെ പറന്നു പോകും. കുപ്പർട്ടീനോ ഈ തൊഴുത്തിൽ നോക്കാനാണ് പുള്ളിനെ ഏൽപ്പിച്ചിരുന്നത്. അവിടെ ആ തൊഴുത്തിൽ ആ കന്നുകാലികളുടെ കൂടെ പുള്ളി ഇങ്ങനെ ജീവിക്കുകയാണ്. മേജർ സുപ്പീരിയർ വരുമ്പോൾ എല്ലാവരുടെയും പേടി. കുപ്പർട്ടീനോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മേജറിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ഉദ്ദേശിച്ച് തൊഴുത്ത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പുള്ളി സുപ്പീരിയർ ഇല്ലില്ല, എനിക്ക് തൊഴുത്തും കാണണം, എല്ലാം കാണണം, സുപ്പീരിയറിൻ്റെ വിസിറ്റിന് എല്ലാം പോകണമല്ലോ. ചെന്നപ്പോൾ എന്താ, അവിടെ വൈക്കോലിൻ്റെ അകത്ത് എന്തോ അനങ്ങണ്. കുപ്പർട്ടീനോനെ കാണാനുമില്ല. ഇവർ സുപ്പീരിയേഴ്സിനൊക്കെ ആകെ വറിയ എന്താണ് ഉണ്ടാകാൻ പോണത്. ഇപ്പോൾ മേജർ സുപ്പീരിയറിന് ആകെ നോക്കിയപ്പോൾ എന്താ, ഈ വൈക്കോലിൻ്റെ അകത്തുനിന്ന് ഒരു കൈ ഇങ്ങനെ പൊങ്ങി വരണു. അപ്പോഴേ ജോസഫ് അതിൻ്റെ അകത്തുനിന്ന് വരിക. നീ എന്താ ഈ വൈക്കോലിൻ്റെ അകത്ത് കിടക്കണേ എന്ന് പറഞ്ഞ് വഴക്ക് കുറച്ചു. അപ്പം വീണ്ടും അതിൻ്റെ അകത്ത് പോയിട്ട് 2 ആട്ടുംകുഞ്ഞുങ്ങളിങ്ങനെ പൊക്കി. ഇപ്പം പ്രസവിച്ച 2 ആട്ടുംകുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കാൻ വൈക്കോലിൻ്റെ അകത്ത് അതിനെയും കൂട്ടി കിടക്കായിരുന്നു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര പ്രയാസമായി. എന്തുണ്ടാകാൻ പോണേ, ഇവനെ എന്താ പറയുക, ഇതുപോലെ ബുദ്ധിയില്ലായ്മ ഇവൻ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ മേജർ സുപ്പീരിയർ പറയാണ്, വെരി ഗുഡ്, ഇതാണ് യഥാർത്ഥ ഫ്രാൻസിസ്കൻ. ഫ്രാൻസിസ് അസീസിയുടെ ഒരു മൂർത്തിഭാവമാണ് നീ. ഫ്രാൻസിസിന് ഈ ജീവികളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഫ്രാൻസിസ് ഇത്രയും ദരിദ്ര. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആകെ അന്തം വിട്ടു. എന്ത് ചെയ്യണം, അവർ വിചാരിച്ചത് ടോട്ടൽ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് കേട്ടപ്പോഴേ മേജർ സുപ്പീരിയർ പറഞ്ഞു, ഒരുവന് 100 ആടുകളുണ്ടായിരുന്നപ്പോൾ അവൻ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ, 100 ആടുകളുണ്ടായിരുന്ന ഒരുവനൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിയ, ഇങ്ങനെ പുള്ളി അങ്ങ് പറഞ്ഞു. ഇവനതങ്ങ് രജിസ്റ്ററായി ഇവൻ്റെ ഉള്ളിൽ. പിന്നെ ബൈബിളെന്ന് പറഞ്ഞാൽ ഇവന് ഈ 100 ആടിൻ്റെ ഒരു നഷ്ടപ്പെട്ട ഒരാടിൻ്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ. ലൂക്ക് 15 ബൈ ഹാർട്ടായി. പോണ നേരത്ത് കുപ്പർട്ടീനോ മേജർ സുപ്പീരിയർ മറ്റുള്ളവരോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു, നിങ്ങളത് ചെയ്യണം. യെസ്. ജോസഫ് കുപ്പർട്ടീനോനെ ഒരച്ഛനാക്കണം. ഇവരാകെ കുപ്പർട്ടീനോ അച്ഛനാവേ. ദിസ് ഈസ് മൈ ഓർഡർ. നിങ്ങളവനെ പഠിപ്പിച്ച് അച്ഛനാണ്, ഇത് അനുസരിക്കണമെന്നാണ് പറയണേ. അവരാകെ എങ്ങനെ ഇവൻ അച്ഛനാകും, എങ്ങനെ ഇവനെ പഠിപ്പിക്കും, എങ്ങനെ ഇവൻ പാസ്സാകും, ഇംപോസിബിൾ. അപ്പോൾ അത് കഴിച്ച് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സുപ്പീരിയർ പറഞ്ഞേക്കണേ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇവനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവനെന്ത് പറഞ്ഞാലും, ഒരുവന് 100 ആടുണ്ടായിരിക്കെ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ എന്ത് പറഞ്ഞാലും അത് മാത്രം പറയാനുള്ളൂ. അവസാനം പരീക്ഷയായി. പരീക്ഷയ്ക്ക് ഈ എക്സാം പാസ്സായാലേ, സബ് ഡീക്കനേറ്റിൻ്റെ എക്സാം പാസ്സായാലേ പിന്നെ തുറന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് ഇവനിങ്ങനെ അശ്രദ്ധമായിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുസ്തകമൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു. എക്സാമിനർ വൈവ ആണ്, ചോദിക്കുന്നതെന്ന് ഉത്തരം പറയണം. കുപ്പർട്ടീനോ ജോസഫ്. അപ്പോൾ ഉടനെ ഇവൻ ഓടിച്ചെന്ന് അവിടെ എക്സാമിനർ വലിയ ഏതോ ബിഷപ്പാണ്,
തൊപ്പിയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. നീ എല്ലാം പഠിച്ചിട്ടുണ്ടോ? യെസ്. ഒരധ്യായം, ബൈബിളിലെ ഒരധ്യായം ചോദിക്കാൻ പോവുകയാണ്. അത് കാണാപ്പാഠം പറയണം. യെസ്. എന്താ ചോദിക്കണേന്ന് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയിലിരിക്കുകയാണ്. ലൂക്ക് 15. ലൂക്ക് 15. യെസ്, ലൂക്ക് ചാപ്റ്റർ 15. ഇവനങ്ങ് പടപടേന്നതൊക്കെ പറയാനുണ്ടായിരുന്നു. ഒരു 100 ആടുണ്ടായിരിക്കുക, അതിനകത്തൊന്നും നഷ്ടപ്പെട്ടു പോയപ്പോൾ 99 മരുഭൂമിയിൽ വിട്ടിട്ട് പിന്നെ അങ്ങ് പറഞ്ഞ് അങ്ങ് പോയിട്ട് നിർത്താനേ പറ്റുന്നില്ല ആൾക്ക്. സ്റ്റോപ്പ് മതി, യു ആർ പാസ്റ്റ്, നീ പാസ്സായി പോയിക്കോളാൻ. ഇവിടെ ഹൗസിൽ ഇവൻ പറഞ്ഞു കണ്ടു കഴിഞ്ഞപ്പോൾ, അയ്യോ നീ വിഷമിക്കേണ്ട, ഈ പ്രാവശ്യം തോറ്റാലും നമുക്ക് അടുത്തതിന് എഴുതാം, വിഷമിക്കേണ്ട, വീണ്ടും പഠിക്കാം, ഇതിങ്ങനെ എളുപ്പം. അല്ല, ഞാൻ ജയിച്ചു. അതുകൊണ്ടാണ് ഒരുപാട് പേര് കുപ്പർട്ടീനോൻ്റെ മധ്യസ്ഥം എടുത്തിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. എന്തിനാ? പഠിച്ച ആൻസറിൻ്റെ ചോദ്യം ചോദിക്കാൻ. പ്രത്യേകിച്ച് വൈവ, പ്രത്യേകിച്ച് എൻട്രൻസിനും ഇതിനൊക്കെ പോകുന്നവർ കുപ്പർട്ടീനോൻ്റെ മധ്യസ്ഥം എടുത്ത് പോയാൽ പരീക്ഷ പാസ്സാവും. നമ്മൾ പഠിച്ച ചോദ്യം ചോദിക്കുള്ളൂ. ഇത് ഒരുപാട് ആളുകളുടെ ടെസ്റ്റ് മണിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ത്രിത്വത്തിൻ്റെ പ്രവർത്തനമാണിതെല്ലാം. ഒരു കഴിവുമില്ലാത്ത എന്നെല്ലാവരും വിധിച്ചിട്ട കുപ്പർട്ടീനോ വലിയ വിശുദ്ധനായി മാറി. ഹീ ഈസ് എ സെയിൻറ്റ് ഓഫ് ദ ആസ്ട്രോനോട്ട്സ്. ബഹിരാകാശ പരീക്ഷകരുടെ പാട്രൺ സെയിൻ്റാണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു കുപ്പർട്ടീനോൻ്റെ പടം കാണാത്തവർ യൂട്യൂബിൽ ആ ഫിലിമുണ്ട്. യൂട്യൂബിൽ പോയി ജോസഫ് കുപ്പർട്ടീനോ എന്ന് അടിച്ചാൽ കാണാൻ പറ്റും. അനിത കണ്ടിട്ടുണ്ടോ? പറഞ്ഞോ, അവന് മോനോട് കാണാൻ പറഞ്ഞോ? വെരി ഗുഡ്. അതെയോ? ഓക്കെ. അതാണ് 10ാമത്തെ വചനത്തിൽ പറയുവാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഇത് വലിയ ഒരു കാര്യമാണ്. ഇതാണ് ദൈവസ്വരം ശ്രവിക്കണം എന്ന് പറയണത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളങ്ങ് പ്രാർത്ഥിച്ചു പോയാൽ പോരാ നമ്മുടെ ഇഷ്ടപ്രകാരം, മറിച്ച് ദൈവത്തെ ശ്രവിക്കണം. എന്താ ദൈവത്തെ ശ്രവിക്കുമ്പോൾ ഉണ്ടാകുന്നത്? ഇവിടെ പറയണത് എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സ്വമേധയാ പറയുന്നതല്ല. അതിന് മുമ്പത്തെ ആ വചനം ഒന്നും കൂടി പറഞ്ഞേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഇത് വിശ്വാസത്തിൻ്റെ വളരെ കാതലായ ഒരു കാര്യം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു വിരോധമില്ല. പക്ഷേ നമ്മൾ കേട്ടില്ലേ, യഹൂദർ കല്ലെടുത്തെറിയാൻ വന്നത് എന്തുകൊണ്ടാ? ഈ പിതാവും ഞാനും ഒന്നാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കല്ലെറിയാൻ വന്നു. ആ അവസ്ഥയിൽ നിന്നാണ് നമ്മളെ സംബന്ധിച്ച് വളരെ ആനന്ദകരമായൊരു അനുഭവമാണ്. പിതാവും ഈശോയും ഒന്നാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും. അവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നമ്മൾ ഈ ട്രിനിറ്റിയുടെ വലിയൊരു രഹസ്യം, നമ്മൾ പറയും ട്രിനിറ്റി നമ്മളിലാണെന്ന് പറയും. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ ട്രിനിറ്റിയുടെ ഉള്ളിലുമാണ്. ത്രിത്വം നമ്മളിലാണെന്നും അതേസമയം നമ്മൾ ത്രിത്വത്തിലുമാണ്. അത് ഞാനിവിടെ പറയുന്നത്. പിതാവ് എന്നിലും ഞാൻ പിതാവിലും. അവിടെയാണ് ഈ മിസ്റ്ററി, വിസ്മയനീയത ഭയങ്കരമായിട്ടുള്ളത്. എനിവേ, അത് നമ്മൾക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ. നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. എന്നിട്ട് പറയുകയാണ്,
ഞാൻ സ്വമേധയാ സംസാരിക്കുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്.